കൊൽക്കത്ത ടീമിലെ മികച്ച താരമാണ് റസലിന് പോലും ഇന്ന് കൊൽക്കത്ത ടീമിനെ രക്ഷിക്കാൻ സാധിച്ചില്ല. അതുപോലത്തെ കളിയാണ് രാജസ്ഥാൻ ഇന്ന് പുറത്തെടുത്തത്. റസൽ പോലും കാഴ്ചക്കാരനായി നോക്കി നിന്നു. ശരിക്കും ഇന്നത്തെ മാച്ചിൽ ഹീറോ അത് ബട്ട്ലറാണ്. ബട്ട്ലറെ സഞ്ജു ഇമ്പാക്റ്റ് പ്ലെയർ ആക്കിയിട്ട് ഇറക്കിയില്ലെങ്കിൽ ഇന്ന് രാജസ്ഥാൻ കളി ജയിക്കില്ലെന്നത് ഉറപ്പാണ്. ഇപ്പോഴത്തെ ഇന്ന് കളി തോറ്റ ശേഷം റസൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി തോറ്റ ശേഷം റസൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കൊൽക്കത്ത കളി ജയിച്ചെന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. ഇങ്ങനെ ബട്ട്ലർ കളിക്കുമെന്ന് ഞാൻ ഇതുവരെ കരുതിയില്ല. ബട്ട്ലർ ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. സുനിൽ നരേൻ്റെ സെഞ്ചുറി വരെ പാഴായി. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി റൺസ് നേടിയേനെ. രാജസ്ഥാൻ ഇത്രയും വലിയ ടാർഗറ്റ് മറികടന്നപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് വിഷമമായി. ഞങ്ങൾ ഇന്ന് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, എന്നിട്ടും ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചില്ല. രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻ സഞ്ജു ആണ്. അവൻ ഒരുപാട് തന്ത്രങ്ങൾ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് 2 കൽപ്പിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സഞ്ജു ബട്ട്ലറെ ഇമ്പാക്റ്റ് പ്ലെയർ ആക്കി ഇറക്കി. അതാണ് ഞങ്ങൾക്ക് പണിയായത്. ഒരുപാട് തെറ്റുകൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടെത്തി തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് റസൽ വ്യക്തമാക്കി. ഇതുപോലത്തെ ഒരു മാച്ച് ഈ IPL ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും ആവേശമായിരുന്നു ഇന്നത്തെ മാച്ച്. രാജസ്ഥാൻ ആരാധകർ ഒരു നെഞ്ചിടിപ്പോടെയാണ് ഇന്നത്തെ മാച്ച് നോക്കി കണ്ടത്. അവസാന ഓവർ വരെ കളി നീണ്ടു നിന്നു. ബട്ട്ലർ കളി ജയിപ്പിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. സഞ്ജു പോലും സ്റ്റേഡിയത്തിൽ നിരാശനായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. കാരണം കളി തോൽക്കുമെന്നത് ഉറപ്പാണ്. പക്ഷേ കളി വിട്ടുകൊടുക്കാൻ ബട്ട്ലർ ഒരുക്കമല്ലായിരുന്നു. ബട്ട്ലർ ഒറ്റയ്ക്ക് നിന്ന് ടീമിനെ മുന്നോട്ട് നയിച്ചു. ഇതാണ് ശരിക്കും ഹീറോയിസം. ഇന്നത്തെ വിജയത്തിൽ ക്രെഡിറ്റ് ബട്ട്ലർക്കുള്ളതാണ്. ഇപ്രാവശ്യം രാജസ്ഥാൻ 2 കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. സഞ്ജു ഉറപ്പായിട്ടും കപ്പ് നേടും. ഈ IPL ഏറ്റവും മികച്ചൊരു ടീം രാജസ്ഥാൻ തന്നെയാണ്. അത് അവർ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.